ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 വായിക്കുന്നു. രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യഹൂദന്മാരുടെ വിപത്തുകൾക്ക് കാരണം അവരുടെ പാപമാണെന്നും ആ പാപത്തെക്കുറിച്ചും ഏറ്റുപറച്ചിലിനെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുക കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കുമെന്ന് യെശയ്യാവ് 12:2 നാം വായിക്കുന്നു. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കുമെന്ന ദൈവവാഗ്ദാനവും നമുക്ക് 65 അധ്യായത്തിലുണ്ട്. യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം പലരുടെയും പ്രാർത്ഥനയെ പലപ്പോഴും അംഗീകരിക്കാത്തത്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ തെറ്റല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ തെറ്റാണ്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്നും 59 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ കാണുന്നു. സങ്കീർത്തനം 66 പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. പാപം അല്ലെങ്കിൽ അകൃത്യം നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുന്നു, പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നു. പാപം പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന അർത്ഥശൂന്യമാണ്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. അനീതി നിറഞ്ഞ കരം ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ അപമാനിക്കലാണ്. അത്തരം പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയോ മാനിക്കുകയോ ചെയ്യുകയില്ല. രക്ഷകനായ യേശുവിൽ വിശ്വസിച്ച് കളങ്കരഹിതമായ ജീവിതം നയിച്ച് അനേകരുടെ രക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും അങ്ങനെ സ്വന്തം ജീവിതത്തിലും ദൈവവേലയോടുള്ള ബന്ധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless us.